ഹലോ നമസ്കാരം. ഓസ്ട്രേലിയയിൽ വന്ന് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മിനിമം 3 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടികൾ വാങ്ങണമെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രോപ്പർട്ടി താമസിക്കാൻ, ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിൽ, ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ സൂപ്പർ ഫണ്ടിൽ. അപ്പോൾ തങ്ങളുടെ ആദ്യ പ്രോപ്പർട്ടി താമസിക്കാൻ ആദ്യ പ്രോപ്പർട്ടി വാങ്ങിയ ഒരു ഫാമിലിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഇവരുടെ പ്രോപ്പർട്ടി ജേർണിയിൽ ഇവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇത് അലക്സ് ആൻഡ് അഞ്ജലി. അപ്പോൾ കൺഗ്രാജുലേഷൻസ്, നിങ്ങളുടെ ആദ്യത്തെ പ്രോപ്പർട്ടി ഓസ്ട്രേലിയ സെക്യൂർ ചെയ്തതിന്. താങ്ക് യു. അപ്പം ഈ ജേർണി ഇവിടെ നിന്ന് മാത്രം നിർത്തരുത്, ഒരുപാട് പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇപ്പം എന്ത് തോന്നുന്നു? കുറേ നാളെ നിങ്ങൾ പ്രോപ്പർട്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടി, എന്ത് തോന്നുന്നു? അപ്പോൾ സത്യത്തിൽ നല്ല സന്തോഷം തോന്നുന്നു. കാരണം കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഞങ്ങൾ ശരിക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു പ്രോപ്പർട്ടി കിട്ടാഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ മനസ്സിനിണങ്ങിയ നമ്മൾ ഉദ്ദേശിച്ചതിലും നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. നല്ല കാര്യം. ഇപ്പോൾ പ്രോപ്പർട്ടിയിലെ ലൊക്കേഷൻ ഒരു ബിഗ് ഫാക്ടറാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാൻ എന്താണ് ആ ഫാക്ടർ? ചിലപ്പോൾ ആളുകൾ പറയും ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ പള്ളിയുടെ ഒക്കെ പല കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ അലക്സിന് അല്ലെങ്കിൽ അഞ്ജലിക്ക് നിങ്ങൾക്ക് തോന്നിയ കാരണം? ഇപ്പം നമ്മളെ സംബന്ധിച്ച് മെയിനായിട്ടും അഞ്ജലി വർക്ക് ചെയ്യുന്നത് സിറ്റിയിലാണ്. അപ്പോൾ സിറ്റിയുടെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ലാൻഡോട് കൂടിയ ഒരു വീട് കിട്ടണം എന്നുള്ളത് പാടായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ സിറ്റിയിലോട്ട് ട്രാവൽ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ലൊക്കേഷനും എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലാൻഡും, അപ്പം അങ്ങനെ നോക്കിയാണ് നമ്മൾ ഈ സബർബിലോട്ട് എത്തിപ്പെട്ടത്. ഇവിടെ അടുത്ത് ട്രെയിൻ സ്റ്റേഷനുണ്ട്, അപ്പോൾ അതുവഴി സിറ്റിയിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ലൊക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഇപ്പോൾ ഓരോ വീട് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എനിക്കുള്ള വീടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള വീടാണെന്ന് തോന്നാറുണ്ട്. അപ്പം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ആണ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വീട് കാണുമ്പോൾ അടുക്കളയുടെ വലിപ്പം അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ വലിപ്പം അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഈ വീട് എന്താണ് അഞ്ജലിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത്? മെയിനായിട്ട് ഈ വീടിന്റെ ലുക്കാണ്. അതായത് നമ്മളിപ്പോൾ പണ്ടൊക്കെ വെസ്റ്റേൺ മൂവീസ് ഒക്കെ കാണുമ്പോഴത്തേനും അതിലെ ഒരു ലുക്ക് പോലെ തോന്നി. ഇപ്പം ഇങ്ങനത്തെ വീടുകൾ അധികം ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കുറേ വീടുകൾ പോയി കണ്ടു, പക്ഷേ ഇങ്ങനത്തെ ഒരു ലുക്കുള്ള വീട് അങ്ങനെ കാണാൻ കിട്ടുന്നില്ല. അപ്പം ആ ഒരു നൊസ്റ്റാൾജിക് ഇതായിരിക്കും സിനിമയിലെ ഒരു ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് വീട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കാണെങ്കിലും ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന വീട് വേണമെന്ന് ഒരു വലിയൊരു ആഗ്രഹം കേട്ടിട്ടുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം റോഡിനോട് പൊങ്ങിയിരിക്കുന്ന വീട് കുറച്ചുകൂടെ ഐശ്വര്യമുള്ള വീടാന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതും ഒരു ഫാക്ടറാണ്. പിന്നെ ഒരു ചെറുതുണ്ട് ഞങ്ങൾക്ക് 3 വയസ്സുള്ള, അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ അവനാണേലും ഇതിൽ ഇഷ്ടംപോലെ ഓടാനും സ്പേസ് ഉണ്ട്, അകത്താണേലും അതുപോലെ തന്നെ സ്പേഷ്യസ് ആണ്. അപ്പം ഇഷ്ടംപോലെ 3 റൂമും ഉണ്ട്. അപ്പം ഹാപ്പിയാണ് അതിൽ. അപ്പോൾ കളിക്കാനൊക്കെ പറ്റുന്ന സ്പേസ് ഉണ്ടല്ലോ. അപ്പം അലക്സിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട്? അപ്പോൾ ആണുങ്ങളുടെ ഇതിൽ പറയുകയാണെങ്കിൽ പറയാം നമുക്ക് കുറച്ച് ലാൻഡ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതാണെങ്കിൽ ഒരു കോർണർ ബ്ലോക്ക് ഉണ്ട്, ഗ്രാൻഡ് ഫ്ലാറ്റ് വേണമെങ്കിൽ വെക്കാം ഇവിടെ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ അങ്ങനെയൊക്കെ പിള്ളേരോട് കളിക്കാനോ അങ്ങനെ. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒന്നും പറയാമോ എന്താന്ന്? ഈ വീട് കാണാൻ വന്നപ്പോൾ ആദ്യം ഞങ്ങളെ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിന്റെ പേര് അത് റോബിൻ സ്ട്രീറ്റ്. റോബിൻ എന്ന് പറഞ്ഞ എൻ്റെ ഫാദറിന്റെ പേരാണ്. ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം ആ ഫാദറിന്റെ പേരിൽ തന്നെ ഒരു വീടെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നി. പിന്നെ നമ്മൾ ആണുങ്ങൾ എപ്പോഴും ഫിനാൻസിനെ കുറിച്ച് ചിന്തിക്കുമല്ലോ. അപ്പോൾ ഈ വീടിന്റെ ഇരിപ്പ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പ്രോപ്പർട്ടിയുടെ ഒരു ഹാഫിലാണ് വീട് ഇരിക്കുന്നത്. ബാക്കി ഒരു യാർഡ് സ്പേസ് നമുക്ക് റോഡ് ഫ്രണ്ടേജിൽ കൂടി തന്നെ ഉണ്ട്. അപ്പോൾ ഭാവിയിലോട്ട് നമുക്കൊരു ഗ്രാനി ഫ്ലാറ്റ് പണിത് ഒരു എക്സ്ട്രാ ഇൻകത്തിന് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെടികളോ മരങ്ങളൊക്കെ എന്തെങ്കിലും കുറച്ചൊക്കെ നടണം, അങ്ങനെ ഒരു ഇൻട്രസ്റ്റും കൂടെ ഉള്ള ഒരാളാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അതിനും പറ്റിയൊരു സ്ഥലമെന്ന് തോന്നി. ഓക്കെ ഓക്കെ, നല്ല ആൻസേഴ്സ് ആണ് രണ്ടുപേരും പറഞ്ഞത്. ഇനി അവസാനത്തെ വീട് പിന്നെ വാങ്ങുന്ന ഒരു സ്ട്രെസ്ഫുൾ തിങ് എന്ന് പറയാറുണ്ട്. കാരണം ഒരുപാട് ഒരു പണമിടപാട് നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ജേർണലിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾക്ക് തരാൻ എനിക്ക് സാധിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ ഒരു സെയിൽസ് ഏജൻറ് ഉണ്ട്, ഒരു കൺവെയൻസേഴ്സ് ഉണ്ട്, പിന്നെ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ടർ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്തുണ്ട്, മോർഗേജ് ബ്രോക്കർ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഈ പ്രോപ്പർട്ടി എന്നാൽ കമ്പയറബിൾ മാർക്കറ്റ് പ്രൈസിൽ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് മേടിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ടർ എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കും, എന്തായാലും നമുക്ക് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ബാർഗൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ എൻ്റെ കമ്പനി ഉപയോഗിച്ച് ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ നിങ്ങൾ? തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ഓസ്ട്രേലിയ വന്നിട്ട് അധികം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളോ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, വീട് മേടിക്കാൻ എന്തൊക്കെ പ്രോസസ്സ് ഇൻവോൾവ് ആണ്, ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അനീഷിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇത്ര സ്റ്റെപ്പുകളുണ്ട്, ഇതിനകത്ത് ഇന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ക്ലാരിറ്റി കിട്ടിയത്. അതുപോലെ ഇപ്പോൾ സോളിസിറ്റർ ആയിക്കോട്ടെ, ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ഇതെല്ലാം അനീഷാണല്ലോ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പം നെറ്റിൽ ജസ്റ്റ് റാൻഡമായിട്ട് തപ്പി ഒരാളെ എടുക്കുന്നതിലും നമുക്കൊരു ട്രസ്റ്റും ഉണ്ട്,
പിന്നെ ആൾക്കാർ അതിനുള്ള എബിലിറ്റി ഉണ്ടെന്നുള്ള നമുക്കൊരു വിശ്വാസം ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് തെറ്റിയില്ല. ബിൽഡിംഗ് ആൻഡ് ബെസ്റ്റ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് പോയി. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് ഫൈനാൻഷ്യലി ആണെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് അങ്ങനെ അവസരം കിട്ടി. അപ്പോൾ അതുകൊണ്ട് അനീഷ് വഴി ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു അലക്സ് ആൻഡ് അഞ്ജലി. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രോപ്പർട്ടിയിലൂടെ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി ജേണി ഇതൊരു തുടക്കമാവട്ടെ. ഇനി ഒരുപാട് പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും സൂപ്പർ ഫണ്ടിലൊക്കെ മേടിക്കാൻ പറ്റട്ടെ. അങ്ങനെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.